വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ചായക്കടി തയ്യാറാക്കിയെടുക്കാം. എപ്പോഴുമുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കാൻ. പെട്ടെന്നൊന്നും കേടാകില്ല. ടിന്നിലടച്ച് സൂക്ഷിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതേ കപ്പിലേക്ക് തന്നെ 1 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. സാധാരണ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി വിസ്ക് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. കൈ നന്നായിട്ട് കഴുകിയ ശേഷം ഇതേമാതിരി കട്ടയൊക്കെ പൊടിച്ച് അടിച്ചെടുത്താൽ മാത്രം മതിയേ. അതേമാതിരി വെള്ളം ഒന്നാകെ ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതേമാതിരി ആക്കി എടുക്കണം. ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടും കേട്ടോ. അപ്പോൾ വെള്ളം നോക്കിയിട്ട് നിങ്ങൾ ഒഴിക്കുക. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. സാധാ വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. വല്ലാതെ ലൂസായി പോകരുത് കേട്ടോ. ഇതേപോലുള്ള ഒരു പരുവത്തിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതേമാതിരിയുള്ള ഓട്ടയുള്ള തവി എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ, അതിൽ കൂടെ മാവ് കോരി ഒഴിക്കാം. ഓരോ തവി മാവാണ് കേട്ടോ കോരി ഒഴിക്കേണ്ടത്. എന്നിട്ട് 1 മിനിറ്റ് ഒന്നും ചെയ്യരുത്, അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇത് സാവകാശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോൾ ഇത് കോരി മാറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു ബാച്ച് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിൽ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങളെടുത്ത് ഓട്ടയുള്ള പാത്രം ഉണ്ടാവുമല്ലോ, നമ്മൾ അരിയൊക്കെ കോരി മാറ്റി വെക്കുന്ന, അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ ബാച്ചും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 5 ബാച്ചായിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് മാവ് കോരി ഒഴിക്കുമ്പോൾ സ്പൂണൊന്ന് മെല്ലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ വശങ്ങളിലേക്കും നന്നായിട്ട് വീഴും കേട്ടോ. അതേമാതിരി ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കോരി ഇതാക്കരുത്. 1 മിനിറ്റ് അത് അവിടെ തന്നെ വെക്കാൻ അനുവദിക്കുക കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി പൊടിഞ്ഞു പോകും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. 2 വശവും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ മൊരിപ്പിച്ചെടുക്കാം. വല്ലാതെ ഡാർക്കായിട്ട് മൊരിപ്പിച്ചെടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അടിക്കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഈ ഒരു സിറപ്പ് നൂൽപ്പരുവം ആകുന്ന മാതിരി ആണ് വേണ്ടത് കേട്ടോ. അധികം നൂൽപ്പരുവം ആകേണ്ട ആവശ്യമില്ല. കയ്യിലൊന്ന് നമ്മൾ ഒട്ടിച്ചു നോക്കിയാൽ മാത്രം മതി. ഇതേമാതിരി കിട്ടണം. ഇനി ഞാനിവിടെ കുറച്ച് സ്നാക്ക് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇത് കുറേശ്ശെ കോരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും കഴിക്കാം. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുക്കാം. വല്ലാതെ ഹാർഡായിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ, പൊട്ടിപ്പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇപ്പോഴത്തേക്ക് മാത്രമല്ല, സ്നാക്ക് മാത്രമാണ് ഞാനിവിടെ ഈ ഒരു ഷുഗർ സിറപ്പ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ബാക്കി ടിന്നിൽ അടച്ച് സൂക്ഷിച്ച് എടുത്തു വെക്കാം. ഇനി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഈ സിറപ്പ് ഒഴിവാക്കിയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.